ഹലോ നമസ്കാരം. മഴതോറും മുമ്പേടെ വരാനിരിക്കുന്ന ഒരു സൂപ്പർ എപ്പിസോഡിൻ്റെ സ്റ്റോറി ആയിട്ട് ഒരുപാട് ട്വിസ്റ്റുകളൊക്കെ നിറഞ്ഞ ഒരു എപ്പിസോഡിൻ്റെ സ്റ്റോറിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാൻ പ്രത്യേകിച്ച് മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നേരെ സ്റ്റോറിയിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയൊരു രഹസ്യത്തെക്കുറിച്ചാണ്. സ്റ്റാൻലിയുടെ പേര് ഒക്കെ കേൾക്കുകയാണ് നമ്മുടെ വൈജയന്തി. സ്റ്റാൻലിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. അപ്പോൾ വൈജയന്തി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഇത് പണ്ട് തന്നെ ചതിച്ചു പോയ ആൾ തന്നെയാണോ എന്നൊക്കെ അറിയാനുള്ള ഒരു ആവേശത്തിലാണ്. അപ്പോൾ മറ്റൊരു സൈഡിലാണെങ്കിൽ ബാലചന്ദ്രൻ വളരെ പ്ലാൻഡായിട്ട് വൈജയന്തിയെ പൂട്ടാനൊക്കെ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിനിടയിൽ തൻ്റെ കുഞ്ഞ് മരിച്ചിട്ടില്ല എന്നുള്ള ഒരു ചെറിയൊരു സംശയമൊക്കെ വൈജയ്ക്ക് വരുന്നുണ്ട്. അലീന തൻ്റെ മകളാണോ എന്നുള്ളൊരു ഡൗട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഒരു കാറിൽ നിന്ന് സ്റ്റാൻലി ഇങ്ങനെ ഇറങ്ങുന്ന ഒരു സീനൊക്കെ വൈജ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ വൈജയന്തി ആകെ ഞെട്ടിപ്പോവുകയാണ്. അങ്ങനെ ഉള്ളൊരു എപ്പിസോഡിൻ്റെ സ്റ്റോറിയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അതുപോലെ ബാലചന്ദ്രനും അലീനയും കൃഷ്ണയും തമ്മിലൊക്കെയുള്ള സംസാരം കേൾക്കുന്നുണ്ട് ബബിത. അപ്പോൾ ബബിത വഴിയാണ് ഈ കാര്യങ്ങളൊക്കെ വൈജയന്തി അറിയുന്നത്. അപ്പോൾ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. അപ്പോൾ എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കുക, സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ അലീനയും ബാലചന്ദ്രനെയും കൃഷ്ണയും കൂടിയിട്ട് സംസാരിക്കുന്നത് വളരെ ശ്വാസം അടക്കി പിടിച്ച് നിന്നുകൊണ്ടാണ് ബബിത കേൾക്കുന്നത്. സ്റ്റാൻലിയെക്കുറിച്ചാണ് അവർ സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ സ്റ്റാൻലി കേരളത്തിലുണ്ട് എന്നുള്ള കാര്യം ബാലചന്ദ്രൻ ഇങ്ങനെ അലീനയോടും അതുപോലെ കൃഷ്ണമോളോടും പറയുകയാണ്. അതായത് അലീനയുടെ അച്ഛനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റാൻലി എന്നുള്ളൊരു പേര് കേൾക്കുമ്പോൾ ബബിതയ്ക്ക് അറിയത്തില്ലല്ലോ ഇതെന്താ സംഭവം എന്നൊന്നും അറിയത്തില്ല. അപ്പോൾ സ്റ്റാൻലിയെക്കുറിച്ച് അങ്ങനെ കുറച്ച് ഞെട്ടിക്കുന്ന കാര്യങ്ങളൊക്കെ ബാലചന്ദ്രൻ അവിടെ ഇങ്ങനെ പറയുന്നത് ഒളിച്ചിരുന്ന് കേൾക്കുകയാണ് ബബിത. അങ്ങനെ സ്റ്റാൻലി കേരളത്തിലുണ്ട്. വിവാഹബന്ധമൊന്നും അത്ര നല്ല സ്മൂത്തായിട്ടല്ല പോണത്. ഇപ്പോൾ അവരിങ്ങനെ വേർപിരിഞ്ഞാണ് താമസിക്കുന്നത്. ഭാര്യയും മക്കളും വേറെയും ഇയാൾ വേറെയൊക്കെ ആയിട്ടാണ് താമസിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ അലീനയോട് പറയുന്നുണ്ട്. അപ്പോൾ താൻ ഇതുവരെ കരുതിയിരുന്നതിനേക്കാൾ സങ്കീർണമാണ് കാര്യങ്ങൾ എന്ന് ബബിതയ്ക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. എന്തൊക്കെയോ കുഴപ്പങ്ങൾ ഇവിടെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് ബബിതയ്ക്ക് മനസ്സിലാവുകയാണ്. ആ സമയത്ത് അലീന പറയുന്നുണ്ട്, പപ്പയുടെ മകളായി ജീവിക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടാകുമോ എന്ന് അറിയില്ല അച്ഛാ, പക്ഷേ എനിക്ക് അദ്ദേഹത്തെ ഒന്ന് ദൂരെ നിന്നെങ്കിലും കാണണം എന്നിങ്ങനെ പറയാണ്. അപ്പോൾ അലീന അങ്ങനെ ആകെ കരഞ്ഞ് വിതുമ്പുകയാണ്. അപ്പോൾ അലീന ഇങ്ങനെ പറഞ്ഞത് കേട്ടപ്പോൾ ബബിതയുടെ ഉള്ളിൽ ഒരു നിമിഷം ആകെ ഒരു ഞെട്ടലുണ്ടാവുകയാണ്. അപ്പോൾ അലീനയുടെ അച്ഛൻ വേറെ ആളാണോ എന്നിങ്ങനെ ചിന്തിച്ചു പോവാണ്. കാരണം ബാലചന്ദ്രൻ്റെ മകളാണ് എന്നുള്ള കാര്യമാണല്ലോ ബബിതയ്ക്ക് അറിയാവുന്നത്. അപ്പോൾ അലീനയുടെ അച്ഛൻ വേറെയാണോ? അപ്പോൾ അച്ഛൻ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ കള്ളമാണോ? അപ്പോൾ ബബിത ഇങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പോൾ അലീന ആരുടെ മകളാണ് എന്നൊക്കെയുള്ള ഇങ്ങനെ സംശയങ്ങൾ വരികയാണ്. ബബിത പെട്ടെന്ന് തീരുമാനം എടുക്കുകയാണ്, ഇനി ഒരിക്കലും ഇത് വെച്ച് താമസിക്കാൻ പറ്റില്ല, ഇത് പെട്ടെന്ന് അമ്മയുടെ അടുത്ത് എത്തണം, ഇതൊരു വലിയ ആയുധം തന്നെയാണ്, അച്ഛൻ്റെ മകളല്ല അലീന എന്നുള്ള സത്യം ഇവിടെ പൊട്ടി തകർന്ന് വീണേക്കാണ്, എന്തായാലും താൻ തിരിച്ചറിഞ്ഞേക്കാണ്, അമ്മയെ ഈ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് അറിയിക്കണം എന്ന് തീരുമാനിച്ച് ബബിത പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മാറിപ്പോകണം. എന്നിട്ട് നേരെ ഹോസ്പിറ്റലിലേക്കാണ് ചെല്ലുന്നത്. അങ്ങനെ ഈ സത്യം വൈജയന്തി അറിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തിനെക്കുറിച്ച് ഓർത്ത് ബബിതയുടെ ഉള്ളിൽ ഒരു വല്ലാത്ത പരിഭ്രമമുണ്ട്. കാരണം ബാലചന്ദ്രൻ്റെ മകളല്ല എന്നുള്ള കാര്യം വൈജയന്തി അറിയണമല്ലോ. എന്നാലും വൈജയന്തിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഒരു വളരെ ആവശ്യത്തോട് കൂടിയിട്ടാണ് ബബിത കയറി ചെല്ലുന്നത്. അങ്ങനെ കയറി ചെന്നിട്ട് പറയണം, അമ്മേ ഞാനൊരു വലിയ സത്യം കണ്ടെത്തിയിരിക്കുകയാണ്, അലീനയുടെ യഥാർത്ഥ അച്ഛൻ ഏതോ ഒരു സ്റ്റാൻലി ആണത്രേ എന്ന് പറയണം. അപ്പോൾ ആ പേര് കേട്ടതും ഭയങ്കര ഞെട്ടലാട്ടോ. അച്ഛൻ്റെ മോളല്ല, നമ്മുടെ അച്ഛൻ്റെ മോളല്ല അലീന വേറെ ഏതോ ആളുടെ മോളാണ്. അച്ഛൻ പിന്നെ എന്തിനാണ് അവളെ ഇങ്ങനെ പിടിച്ചു വെച്ചേക്കുന്നത്, എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് അലീനയെ കൈമാറാനാണ് അച്ഛൻ്റെ നീക്കം എന്നൊക്കെ ഇങ്ങനെ പറയാണ് ബബിതയുടെ ഈ വാക്കുകൾ ഒരു ഇങ്ങനെ അത് അങ്ങോട്ട് മുഴുവനാക്കും മുമ്പ് തന്നെ വൈജയന്തി പെട്ടെന്ന് ഇങ്ങനെ എഴുന്നേറ്റിരിക്കട്ടോ. വൈജയന്തി കുറച്ചൊക്കെ ഒന്ന് എഴുന്നേറ്റിരിക്കാനൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്താണ് സംസാരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ആ ബെഡിൽ നിന്നൊന്ന് എഴുന്നേറ്റിരിക്കുകയാണ്. വൈജയന്തിയുടെ മുഖത്തൊക്കെ ആകെ ഭയങ്കര പേടിയും വെപ്രാളവും ഇങ്ങനെ രക്തം ഒലിച്ചു പോയൊരവസ്ഥയാണ്, ഒരു വിളർച്ചയാണ് വൈജയന്തിയുടെ മുഖത്ത്. സ്റ്റാൻലിയോ എന്ന് വിറക്കുന്ന ചുണ്ടുകളോടെ വൈജയന്തി ഇങ്ങനെ ആ പേര് മന്ത്രിക്കുകയാണ്. ഉള്ളിലുള്ള പേടിയും പരിഭ്രമൊക്കെ മറച്ചു വെക്കാൻ പെട്ടെന്ന് മേശപ്പുറത്തിരുന്ന വെള്ളമൊക്കെ എടുത്ത് കുടിക്കാൻ ശ്രമിച്ചെങ്കിലും ഗ്ലാസ് കൈ തട്ടിയിട്ട് താഴെ വീഴുക കേട്ടോ. ഗ്ലാസ് തട്ടി മറിഞ്ഞ് പോകുന്നുണ്ട്. അമ്മയ്ക്കിത് എന്ത് പറ്റി, അമ്മ എന്തേ കാണിക്കുന്നത്? അപ്പോൾ ഈ വൈജയന്തിയുടെ പെട്ടെന്നുള്ള ഈ പേടിയും പരിഭ്രമമൊക്കെ കണ്ട് ബബിത ശ്രദ്ധിക്കുന്നുണ്ട്. എന്ത് പറ്റി അമ്മ? ഒരു പേര് കേട്ടപ്പോഴേക്കും അമ്മ ഇങ്ങനെ വിയർക്കാൻ, അമ്മയ്ക്ക് ഈ സ്റ്റാൻലി
സ്റ്റാൻലിയെ മുൻപരിചയമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് വൈജയന്തിയോട് ബബിത. എനിക്കറിയത്തില്ല, ഞാൻ ആദ്യമായിട്ടാണ് പേര് കേൾക്കുന്നത്, നീ വെറുതെ ഓരോന്ന് ഭാവനയിൽ കാണണ്ട എന്നിങ്ങനെ പറഞ്ഞ് ബബിതയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ബബിത വിടാൻ കൂട്ടാക്കുന്നില്ല. ഇല്ലമ്മേ, ഇതിലെന്തോ അപകടം മണക്കുന്നുണ്ട്. അലീന അച്ഛൻ്റെ അവിഹിത സന്തതിയല്ലെന്ന് അറിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടത് അമ്മയല്ലേ? അവളുടെ ശല്യം ഈ വീട്ടിൽ നിന്ന് ഒഴിയാൻ പോകുന്നു. ഈ സന്തോഷത്തിന് പകരം അമ്മയുടെ മുഖത്ത് കാണുന്നത് പേടിയാണല്ലോ. അമ്മയ്ക്കിത് എന്ത് പറ്റി? എന്തിനാണ് അമ്മ ഇങ്ങനെ വെപ്രാളപ്പെടുന്നത്? അപ്പോൾ വൈജയന്തിയുടെ പ്രതികരണം, നീ എന്തൊക്കെയാണ് ബബിതയെ പറയുന്നത്? ഇതിൽ നീ സംശയിക്കേണ്ട ഒരു ആവശ്യമില്ല ബബിതേ. സന്തോഷമായാലും സങ്കടമായാലും എൻ്റെ മുഖം ഇങ്ങനെ തന്നെയാണ്. എനിക്ക് കുറച്ച് ജോലി തിരക്കുണ്ട്. ഞാനിവിടെ ഒന്ന് സെറ്റായി വരുന്നേ ഉള്ളൂ. എൻ്റെ കൈയും കാലൊക്കെ ഒന്ന് റെഡിയായി വരുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ തന്നെ എനിക്ക് വയ്യ. നീ ഒന്ന് പോ, ഞാൻ എൻ്റെ ബാങ്കിൽ കുറച്ച് പേപ്പേഴ്സ് ഒന്ന് നോക്കാനുണ്ട്, നീ നിൻ്റെ കാര്യം പോയി നോക്കുക എന്നൊക്കെ പറയണം. ബബിതയുടെ സംശയദൃഷ്ടിയിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ന വണ്ണം വൈജയന്തി അങ്ങനെ റൂമിൽ നിന്ന് എഴുന്നേറ്റിട്ട് ആ ടേബിളിൻ്റെ അടുത്തേക്ക് അങ്ങനെ പോവാണ്. അപ്പോൾ റൂമിൽ ഇങ്ങനെ പെട്ടെന്ന് ബബിതയോട് പോകാൻ പറഞ്ഞല്ലോ. അപ്പോൾ ആ റൂമിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ വൈജയന്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഭയം ഇങ്ങനെ വാങ്ങി പടരുകയാണ്. എന്താപ്പോൾ സംഭവിക്കാൻ പോണത്? വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വഞ്ചിച്ച് പോയ ആ പഴയ സ്റ്റാൻലി ആണോ ഇത്? ആ പേര് ഒരു മന്ത്രം പോലെ വൈജയുടെ ഉള്ളിൽ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇല്ല, അതൊന്നും ആയിരിക്കത്തില്ല. ലോകത്ത് എത്രയോ പേർക്ക് ഈ പേരുണ്ടാകാം. വെറുതെ പഴയ കാര്യങ്ങൾ ഓർത്ത് എന്തിനാ താനിപ്പോൾ ഇങ്ങനെ വിഷമിക്കുന്നത്? അങ്ങനെ സ്വയം സമാധാനിക്കാൻ ശ്രമിക്കുകയാണ് വൈജയന്തി. പക്ഷേ എങ്കിലും ഒരു വല്ലാത്തൊരു ചിന്ത, ഒരു പേടിപ്പെടുത്തുന്ന ചിന്ത വൈജയന്തി ഇങ്ങനെ ശ്വാസം മുട്ടിക്കുകയാണ്. ഇനി അയാൾ തന്നെയാണെങ്കിൽ അലീന ആരായിരിക്കും? അലീന എന്തിനാണ് ബാലചന്ദ്രൻ അയാളെ ഏൽപ്പിക്കുന്നത്? അലീന അയാളുമായിട്ട് എന്ത് ബന്ധമാണുള്ളത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പോൾ അന്ന് അച്ഛൻ പറഞ്ഞത് എൻ്റെ കുഞ്ഞ് മരിച്ചു പോയെന്നാണ്. പിന്നെ എൻ്റെ കുഞ്ഞെങ്ങാനും ആയിരിക്കുമോ അലീന? ഞാൻ പ്രസവിച്ച എൻ്റെ മോളാണോ അലീന? ദൈവമേ, എൻ്റെ കുഞ്ഞായിരിക്കും എന്നോർത്ത് ഇങ്ങനെ സങ്കടം വന്നിരിക്കുക കേട്ടോ. അച്ഛൻ എന്നോട് കള്ളം പറഞ്ഞതാകുമോ? എന്തായാലും അന്നത്തെ രാത്രി വൈജയ്ക്ക് തീരാത്തത് പോലെ തോന്നുകയാണ്. ഭയങ്കര ഒരുപാട് സമയമുള്ളത് പോലെ തോന്നുകയാണ്. പിറ്റേന്ന് രാവിലെ ശ്വാസം പിടിച്ചാണ് വൈജയന്തി ഇങ്ങനെ ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത്. അലീനയെ അവളുടെ അച്ഛനെ ഏൽപ്പിക്കാൻ പോവുകയാണെന്ന് കേട്ടല്ലോ. അപ്പോൾ ഇത്രയും കാലം മകളായി നോക്കിയത് വെറുതെ ആയിരുന്നു അല്ലേ? പരിഭ്രമത്തോടെയാണ് വൈജയന്തിയെ ചോദിക്കുന്നത്. ഒരു തരം ആദ്യമായിരുന്നു. എന്നാൽ ബാലചന്ദ്രൻ വളരെ ശാന്തനായിട്ട് വൈജയന്തിയെ നോക്കിക്കൊണ്ട് പറയണം, അല്ല, എനിക്ക് പിറക്കാതെ പോയ മോളാണ് അലീന. അവൾക്ക് ജന്മം നൽകിയ ആൾ ജീവിച്ചിരിപ്പുണ്ട്. ഞാൻ അയാളെ കണ്ടെത്തി കഴിഞ്ഞു. നാളെ അയാൾ ഈ വീട്ടിൽ വരും. അലീനയെ അയാൾക്ക് മുന്നിൽ നിർത്തണം. എന്നാൽ വൈജയന്തി പറയണം, വേണ്ട, ആ മനുഷ്യൻ ഇങ്ങോട്ട് വരരുത്, ഞാൻ അതിന് സമ്മതിക്കത്തില്ല. നിങ്ങൾക്ക് അത്ര നിർബന്ധമാണെങ്കിൽ അവളെ കൂട്ടിക്കൊണ്ടുപോയിട്ട് അയാളുടെ അടുത്തേക്ക് കൊണ്ടുപോയിക്കോ. പക്ഷേ ഈ വീടിൻ്റെ പടി അയാൾ ചവിട്ടരുത്. പഴയ കാര്യങ്ങൾ തന്നെ തേടി വരികയാണോ എന്നുള്ള പേടിയോട് കൂടിയിട്ടാണ് വൈജയന്തി ഇങ്ങനെ ദേഷ്യപ്പെട്ടെന്നെയാണ് അപ്പോഴും സംസാരിക്കുന്നത്. അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് വൈജയ് ഇത്രയധികം പരിഭ്രമിക്കുന്നത്? ഞാൻ വിളിച്ചു വരുത്തുന്നത് നിൻ്റെ പഴയ കാമുകനെയൊന്നുമല്ലല്ലോ. ഞാൻ ഈ പടിവാതിൽക്കലേക്ക് കൊണ്ടുവരുന്നത് നിൻ്റെ കാമുകനെയാണോ? അല്ലല്ലോ. പിന്നെ എന്തിനാണ് നീ ഇങ്ങനെ വെപ്രാളപ്പെടുന്നത്? പിന്നെ ഒന്നോർത്തോ, ഈ വീടിൻ്റെ ഓരോ ഇഷ്ടികയും എൻ്റെ വിയർപ്പാണ്. ഇവിടെ ആര് വരണം ആര് വരണ്ട എന്ന് തീരുമാനിക്കുന്നത് ഈ ഞാൻ മാത്രമായിരിക്കും. തിരുത്താൻ പറ്റാത്ത ഒരു തീരുമാനമായിരുന്നു ബാലചന്ദ്രൻ്റെ വാക്കുകൾ. ബാലചന്ദ്രൻ അകത്തേക്ക് പോയതോടുകൂടിയിട്ട് വൈജയന്തി ശരിക്കും തകർന്നു പോവാണ്. സ്റ്റാൻലി, ആ പേര് തന്നെ വിടാതെ പിന്തുടരുക എന്ന് വൈജയന്തി മനസ്സിലാക്കുക കേട്ടോ. വൈജയന്തി ഗർഭിണിയായ തന്നെ ഇങ്ങനെ വഴിയിൽ ഉപേക്ഷിച്ച് മറ്റൊരാളുടെ കൂടെ പോയ അയാളോടുള്ള ദേഷ്യം ഇങ്ങനെ ഉള്ളിലേക്ക് ഇരച്ച് കയറുകയാണ്. ശേഷം വൈജയന്തി അലീനയോട് ചെന്ന് ദേഷ്യപ്പെടുകയാണ്, ഇടി അലീന, നിൻ്റെ അച്ഛൻ കളി എപ്പോഴാണ് അവസാനിക്കുന്നത്? നീ ഈ അച്ഛനും മകളും കളി എപ്പോഴാണ് അവസാനിക്കുന്നത്? ഒരിക്കൽ ബാലചന്ദ്രൻ, ഇപ്പോൾ സ്റ്റാൻലി, ആരാ ശരിക്കും നിൻ്റെ അച്ഛൻ എന്ന് ചോദിക്കണം. അത് കേട്ട് അലീന പറയണം, മാഡം, ഇതെല്ലാം ഒളിച്ച് കേൾക്കാൻ തുടങ്ങിയിട്ട് കുറേ ആയല്ലേ? അച്ഛനും ഞാനും സംസാരിക്കുന്നത് കേൾക്കാൻ പാത്തു നിൽക്കുന്ന ഈ ശീലം മാഡത്തിന് ചേർന്നതല്ല. എൻ്റെ അച്ഛനെ കാണാൻ എന്തിനാണ് മാഡം ഇത്ര വെപ്രാളപ്പെടുന്നത്? ആ സ്റ്റാൻലിയെ മാഡത്തിന് നേരത്തെ അറിയാമായിരുന്നുവോ? അപ്പോഴാണ് കൃഷ്ണമോൾ അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ അമ്മയുടെ മുഖത്തെ സന്തോഷം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി അലീന ചേച്ചിയുടെ പപ്പയുടെ അടുത്തേക്ക് പോകുന്നതിൽ അമ്മയ്ക്ക് വളരെ സന്തോഷമാണെന്ന് പറയാണ് കൃഷ്ണ. അപ്പോൾ വൈജ ചോദിക്കുകയാണ്, അവളുടെ പപ്പ അവളെ എന്തിനാണ് ഉപേക്ഷിച്ചതെന്ന് നിനക്കറിയാമോ? അപ്പോൾ കൃഷ്ണ പറയാണ്, അച്ഛൻ പറഞ്ഞത് ചേച്ചിയെ പ്രസവിച്ച ആ സ്ത്രീ ഒരു രാക്ഷസിയാണെന്നാണ്. ജന്മം നൽകിയ കുഞ്ഞിനെ അനാഥാലയത്തിൽ കൊണ്ടുപോയി തള്ളിയവൾ. പാവം പപ്പ, അദ്ദേഹം നിരപരാധിയാണത്രേ. കൃഷ്ണ ഇത് പറഞ്ഞു തീർന്നത് നിർത്തടി എന്ന് അലറുകയാണ് വൈജ. എല്ലാ തെറ്റും ചെയ്തത് ആ പുരുഷനാണ്. ആ സ്ത്രീ ഒന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. തൻ്റെ കുഞ്ഞ് മരിച്ചെന്ന് വിശ്വസിച്ച് ഇത്രയും കാലം നീറിയത് അവരായിരിക്കും. വൈജ ഇങ്ങനെ പറഞ്ഞതും കൃഷ്ണ ചോദിക്കുകയാണ്, ഇതൊക്കെ അമ്മയ്ക്ക് എങ്ങനെ ഇത്ര ഉറപ്പിച്ച് പറയാൻ കഴിയും? ആ സ്ത്രീ അമ്മയായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. ആ ഒരു നിമിഷം വൈജയുടെ ശ്വാസം നിലച്ചു പോവാണ്. അന്ന് ആശുപത്രിയിൽ വെച്ച് എൻ്റെ കുഞ്ഞ് മരിച്ചെന്ന് പറഞ്ഞത് അച്ഛനും അമ്മയും കൂടെ മെനഞ്ഞ ഒരു കള്ളക്കഥയായിരുന്നുവോ എന്ന് വൈജയന്തി ഇങ്ങനെ ചിന്തിക്കുകയാണ്. ആ പരിഭ്രമത്തിനിടയിൽ വൈജയന്തി ഓടിച്ചെന്ന് തൻ്റെ അലമാര തുറന്ന് വസ്ത്രങ്ങൾക്കിടയിൽ ഒളിപ്പിച്ച് വെച്ചിരുന്ന ആ ഒരു പഴയ ചെറിയ തടിപ്പെട്ടി എടുത്ത് പുറത്തേക്ക് എടുക്കുന്നുണ്ട്.
അതിനുള്ളിൽ ഒരു ചെറിയ കുട്ടിയുടുപ്പം സ്റ്റാൻലി പണ്ട് നൽകിയ ഒരു മോതിരം ഉണ്ടായിരുന്നു. പെട്ടെന്ന് അലീന വാതിൽ തുറന്ന് അകത്തേക്ക് വരികയാണ്. നിലത്ത് കിടക്കുന്ന മോതിരം കണ്ട് അലീന അത് കയ്യിലെടുക്കുകയാണ്. ഇതെന്താ മാഡം ഈ പഴയ മോതിരം, അതിൽ എസ് എന്ന് കൊത്തിയിട്ടുണ്ടല്ലോ, ഇത് ആരുടേതാ എന്ന് ചോദിക്കുകയാണ്. അലീനയുടെ ചോദ്യം കേട്ടിട്ട് വൈജയന്തിയുടെ ചങ്ക് തകർക്കുകയാണ് കേട്ടോ. തകർന്നു പോവാണ്. രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ലാതെ വൈജയന്തി അവിടെ നിന്ന് സ്തംഭിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്താണ് മുറ്റത്ത് ഒരു കാറ് വന്ന് നിൽക്കുന്നത്. കാറിൻ്റെ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ആ രൂപം കണ്ടതും വൈജയന്തിയുടെ ബോധം മറിയുന്നത് പോലെ തോന്നുകയാണ്. അത് സ്റ്റാൻലി തന്നെയായിരുന്നു. സ്റ്റാൻലി പതുക്കെ അലീനയുടെ അടുത്തേക്ക് നടന്നു വരികയാണ്. പക്ഷേ പെട്ടെന്ന് അയാളുടെ നോട്ടം അലീനയുടെ വിരൽ ഇരുന്ന ആ പഴയ മോതിരത്തിലായിരുന്നു കേട്ടോ. ഇത് നിനക്ക് എവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ ഇത് മാഡത്തിൻ്റെ റൂമിൽ നിന്നും വീണ് കിട്ടിയതാണ് എന്ന് അലീന മറുപടി പറയണേ. ആ സമയം സ്റ്റാലിൻ ഞെട്ടലോടെ വൈജയന്തിയെ നോക്കുകയാണ്. വൈജയന്തി, നീ ജീവനോട് ഉണ്ടായിരുന്നുവോ? പ്രസവത്തോടെ നീയും കുഞ്ഞും മരിച്ചുപോയെന്നാണ് നിൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞത്. ആ വാക്കുകൾ കേട്ടതും അലീനയും കൃഷ്ണയും ഞെട്ടിപ്പോവാണ്. ബാലചന്ദ്രൻ അങ്ങോട്ടേക്ക് നടന്നു വരുന്നുണ്ട്. എല്ലാം എനിക്കറിയാമായിരുന്നു വൈജയ്. നിൻ്റെ അച്ഛൻ കാണിച്ച ചതിയും നീ സ്റ്റാൻലിയെ തെറ്റിദ്ധരിച്ചതും എല്ലാം അയാൾ എന്നോട് പറഞ്ഞു. നിന്റെ അഹങ്കാരത്തിന് കാലം തന്ന ശിക്ഷയാണിത്. നിന്റെ സ്വന്തം ചോരയെ തന്നെയാണ് നീ ഇത്രയും കാലം പീഡിപ്പിച്ചത്. മോളെ എന്ന് വിളിച്ച് അടുത്തേക്ക് വന്ന വൈജയന്തി അലീന തടിയാണ്. എന്നെ പ്രസവിച്ചത് നിങ്ങളായിരിക്കും മാഡം. പക്ഷേ എന്നെ പൊന്നു പോലെ നോക്കിയത് എൻ്റെ ഈ അച്ഛനാണ്. സ്നേഹിക്കാൻ അറിയാത്ത നിങ്ങളുടെ മുന്നിൽ ഇനി ഞാൻ മകളായി വരില്ല. ഒടുവിൽ സ്റ്റാൻലിയും അലീനയും ഒരുമിച്ച് പടിയിറങ്ങി പോവാണ്. വൈജയന്തി എല്ലാവരാലും ഉപേക്ഷിക്കപ്പെടുകയാണ്. മക്കൾ പോലും വൈജയോട് വളരെ ദേഷ്യമാണ്, വെറുപ്പൊക്കെയാണ് കാണിക്കുന്നത്. വൈജയന്തി ആണെങ്കിൽ എല്ലാവരും നഷ്ടപ്പെട്ട് ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്.